ഇത് 2004 മോഡല് സാൻഡ്രോ സിംഗ് ആണ്. 71,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. 4 ഓണർഷിപ്പായി. ഇത് 2014 മോഡല് സെലേരിയോ ZX ആണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. 34,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 34,000 കിലോമീറ്റർ ഓട്ടോമാറ്റിക് ആണ്. ഇത് സാൻഡ്രോ സിംഗ് 2011 മോഡലാണ്. ഓണർഷിപ്പ് ഇപ്പോഴും സിംഗിൾ ഓണർഷിപ്പ് ആണ്. 79,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ ആണ്. ഇത് ഇയോൺ ഇറ പ്ലസ് ആണ്. 2018 മോഡലാണ്. ഓണർഷിപ്പ് സിംഗിൾ തന്നെയാണ്. ജസ്റ്റ് 44,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഇത് വാഗനർ LXi 2013 മോഡലാണ്. സിംഗിൾ ഓണർ. 79,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ വെമ്പാലവട്ടം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഇൻഡസിൻ്റെ ഷോറൂമിലാണ്. സ്ഥിരം വരുമ്പം നമുക്ക് വിലയൊക്കെ പറഞ്ഞു തരുന്ന ആൾ ഇവിടെ അടുത്ത് നിൽപ്പുണ്ട്. സ്ഥിരം വരുന്ന വിലയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് നല്ലപോലെ വിലയിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇത്തവണത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ ആദ്യം വിലയും കാര്യങ്ങളും പറ്റി സംസാരിച്ച്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം നല്ല രീതിയിൽ വില കുറച്ച് വിലേനക്കൊക്കെ 10,000-40,000 രൂപയൊക്കെ ഇട്ടേക്കുന്നതിനകത്ത് താത്തിട്ടുണ്ട്. കള്ളം പറയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പാവം, ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ലേ, എനിക്കറിയൂടല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പറയണം ഈ പറയുന്ന തുകയൊക്കെ വില കുറച്ചാണെന്നുള്ളത്. അത്രയ്ക്കും മാന്യമാവുന്ന രീതിയിലുള്ള വിലകളൊക്കെയാണ് വണ്ടികൾക്ക് പറഞ്ഞു തന്നെ. അപ്പോൾ നമുക്ക് വണ്ടികളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ നമുക്ക് നമ്മളെ വണ്ടികളുടെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരാൻ വാരു മേഡം, ഇദ്ദേഹം അറിയാലോ, അഖില മാമാണ്. അപ്പോഴേ സ്ഥിരം പറയുന്നതാണ്, നിങ്ങൾ ഈ ഷോപ്പ് മാറുമെന്ന് പറഞ്ഞിട്ട് മാറിയിട്ടില്ല. അതുകൊണ്ടും കൂടി ഈ ഷോപ്പ് എവിടെയാണെന്ന് ഒന്നുകൂടി പറഞ്ഞോ. ഷോപ്പ് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഷോറൂമിൻ്റെ. വെൺപാലവട്ടം എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ ലുലു മോൾ കഴിഞ്ഞ് വരുമ്പോൾ സർവീസ് റോഡ് വരണം. അത് ഇവിടെ തന്നെ നമ്മൾ റെൻറ്റിൻ്റെ ഇതുണ്ട്. ഇനി പുതിയ ഷോറൂം തൊട്ടടുത്ത് തന്നെ. നമ്മൾ പുതിയ ഷോറൂം കഴിഞ്ഞാണ് ഈ പഴയ ഷോറൂം വരുന്നത്. ഈ പുതിയ ഷോറൂം അന്ന് പറഞ്ഞ ന്യൂ ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്ക് അങ്ങ് മാറുമെന്നല്ലേ? പിന്നെന്താ മാറാ? അതിന്റെ കുറച്ച് വർക്ക് കാര്യങ്ങൾ പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പൊ അടുത്ത മാസം നമ്മൾ വീഡിയോ എടുക്കുന്നത് അവിടെ ആയിരിക്കും. അടുത്ത മാസം 2 മാസത്തിനകത്ത് എന്തായാലും 2 മാസം എടുക്കും. അപ്പോൾ 1 മാസം കൂടി ഈ അഡ്രസ്സിൽ തന്നെ വന്നാൽ മതിയായിരിക്കും നിങ്ങൾക്ക് കേട്ടോ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ വീഡിയോയിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് കൊടുത്തേക്കാം. അതേപോലെ ഇത്തവണ എത്ര രൂപ തൊട്ടുള്ള വണ്ടികളാണ് കിടക്കുന്നത്? നമുക്ക് ലോ ബഡ്ജറ്റ് കുറവാണ്. പിന്നെ ഉള്ളതിൽ നമ്മൾ മാക്സിമം ഡിസ്കൗണ്ട് ഇട്ടാണ് ഇപ്പം ഈ ഒരു മന്തും അടുത്ത മാസമായിട്ട് കൊടുക്കാൻ പോകുന്നത്. മാക്സിമം എടുത്ത റേറ്റിൽ നിന്ന് നമ്മൾ ചിലപ്പോൾ എടുത്ത റേറ്റിനും കൊടുക്കുന്ന വണ്ടികൾ ഒരുപാടുണ്ട്. അപ്പം ഈ ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നതുകൊണ്ടായിരിക്കും പുള്ളി അങ്ങനെ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ എന്നോട് പറഞ്ഞ വിലകളൊക്കെ എനിക്ക് കുറച്ചുകൂടി ബോധിച്ച വിലയാണ്. കാരണം ഇതുവരെ എടുത്തിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ കുറച്ച് ബോധിച്ച വിലയൊക്കെയാണ് പറഞ്ഞത്. പിന്നെ പുള്ളിക്ക് പറഞ്ഞ് ശീലമായതിൻ്റെ പേരിലായിരിക്കും അല്ലേ എന്നെ വില കൂടിയ വണ്ടികൾ എന്നുള്ള രീതിയിൽ പറഞ്ഞത്. അങ്ങനെയല്ല, ചെറിയ വണ്ടികളും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ചെറിയ വണ്ടികൾ നോക്കുന്നവർക്കും കൂടിയൊക്കെ ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നമുക്ക് വണ്ടികളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ. ഇത് ഓൾട്ടോ LXi 2011 മോഡലാണ്. ഓണർഷിപ്പ് സിംഗിൾ തന്നെയാണ്. AC പവർ സ്റ്റിയറിംഗ് വരുന്നതാ. കിലോമീറ്റർ 67,300 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ ആണോ? ജെനുവിൻ കിലോമീറ്റർ ആണ്. റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ്മെന്റ് ആയിട്ടൊന്നുമില്ല. ഒന്നുമില്ല. ഇല്ല. ടച്ച് ആൻഡ് പോളിഷ് ആണ്. ടച്ച് ആൻഡ് പോളിഷ് ഉണ്ട്. ഓക്കെ. എത്ര ചോദ്യം? 1.45. 1.45. ന്യൂ ഇയർ അതായത് 2025 ഒക്കെയാണ് വില പറയുമ്പം ആ ഒരു മനസ്സ് വെച്ചിട്ട് വേണം പറയാൻ. 2024 കഴിഞ്ഞ്. അപ്പൊ വിലയിൽ ആ പരിമിതി 1.45 നമുക്ക് കുറച്ചും കൂടെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ചെയ്യാം. ഇതും 2011 മോഡലാണ്. ഓൾട്ടോ LXi AC പവർ സ്റ്റിയറിംഗ് വരുന്നതാണ്. ഓണർഷിപ്പ് സിംഗിൾ തന്നെയാണ്. 92,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 92 ഓടി. ടയറൊക്കെ ഒരു ആവറേജ് ടയറാ. ടയർ എന്തായാലും ഫ്രണ്ട് 2 ടയർ മാറിയിടുന്നത് നല്ലതായിരിക്കും. ആര് മാറും? നിങ്ങൾ മാറി തരുമോ? മാറി തരത്തില്ല. ഒന്ന് റേറ്റിൽ സംസാരിക്കാം. ഓക്കെ. എത്ര ചോദ്യം? 1.30. തുരുമ്പ് കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഇത് ഏത് വർഷമായിരുന്നു? 2011 26 അടുത്ത ടെസ്റ്റ് വരത്തുള്ളൂ. 26 വരെ ഉണ്ട്. ഓക്കെ. ഫ്ലോർ മാറ്റ് കാര്യങ്ങളെല്ലാം അടിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു സീറ്റ് കവേഴ്സ് കാര്യങ്ങളുണ്ട്. AC പവർ സ്റ്റിയറിംഗ് മാത്രമേ ഉള്ളൂ. ബാക്ക് സൈഡ് നോക്കിയാലും വണ്ടി കാണാനൊക്കെ കൊള്ളാം. സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട്. നീറ്റാണ്. സീറ്റ് കവർ കിടക്കുന്നതിൻ്റെ ഒരു മെനയാണ് ഞാനും പറഞ്ഞത്. അത് വൃത്തിയുണ്ട് അത് കാണാൻ. കുഴപ്പമില്ല. ഓക്കെ. എത്ര ചോദ്യം? 1.30. 1.30. ഈ പറയുന്ന പ്രൈസൊക്കെ ഇനി അഡ്ജസ്റ്റ് ചെയ്യത്തില്ല? സംസാരിക്കാം. ഇത് ഇയോൺ ഇറ പ്ലസ് ആണ്. 2018 മോഡലാണ്. ഓണർഷിപ്പ് സിംഗിൾ തന്നെയാണ്. ജസ്റ്റ് 44,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ ആണ്. ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. സീറ്റ് കവറൊക്കെ ഉണ്ട്. കുഴപ്പമില്ല. ചെറിയൊരു ഇതുണ്ട്, സ്ക്രാച്ച് ഉണ്ട് സീറ്റ് കവറിൽ. ഫ്രണ്ട് ഞാൻ ചെറിയൊരു സ്ക്രാച്ച് കണ്ടു. ബാക്കി ബാക്ക് സൈഡ് ആയിരുന്നാലും കുഴപ്പമൊന്നുമില്ല. 2 ഡോർ പവർ വിൻഡോയും കാര്യങ്ങളൊക്കെയാണ്. 2 ഡോർ പവർ ഇറ പ്ലസ് ആണ്.
ഓക്കെ, ഇത് സീറ്റ് കവർ നമ്മൾ പ്രത്യേകം ചെയ്തതാണ്, ബക്കറ്റ് സീറ്റ് അടിച്ചേക്കാണോ? ചെയ്തതാ. ഓക്കെ, വണ്ടി അങ്ങനെ ആ രീതിയിലൊക്കെ കൊള്ളാം. AC പവർ സ്റ്റിയറിംഗ് ആണ്. എത്ര ചോദ്യം? 265. 265. അതിൽ കുറയോ? കുറയും. പിന്നെ മോഡലുണ്ട്, വണ്ടി അത്യാവശ്യം കൊള്ളാം, നീറ്റാണ്. ഇന്റീരിയർ ആയിരുന്നാലും ഔട്ട് സൈഡ് ആയിരുന്നാലും ആക്സിഡന്റ് കേസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല, മേജർ ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ ഈ ടച്ച് ആൻഡ് പോളിഷ് പറയുന്നത് പോലെ വരും. അതാ ഈ കിടക്കുന്നതാണ് ഞാൻ കണ്ടത്, അതേ ഉള്ളൂ. വേറെ ഒന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. വണ്ടി കാണാനും ഒക്കെ കൊള്ളാം, അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. ഈ 265 എന്നൊക്കെ ഉള്ളത് നമുക്ക് ലാസ്റ്റ് 2.5-ക്കൊക്കെ കിട്ടാൻ സാധിക്കും. 2.5-ക്ക് നമുക്ക് സംസാരിച്ച് നോക്കാം, ഒന്നും കുഴപ്പമില്ല. ഇപ്പൊ ജനുവരി അല്ലേ, നമുക്ക് മാക്സിമം ഡിസ്കൗണ്ട് ഇട്ട് തന്നെയാണ് ഇപ്പൊ സെയിൽ ചെയ്യുന്നത് എല്ലാ വണ്ടികളും. ഇത് ഹോണ്ട ബ്രിയോ 2014 മോഡലാണ്. 26,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ ആണ്. 2016 അല്ലേ? 14. എന്നിട്ട് ഇത്രയും കിലോമീറ്റർ ഓടിയോളൂ? ജെനുവിനാ, കിലോമീറ്റർ ഒക്കെ ജെനുവിനാ. സെക്കൻഡ് ഓണർ ആണ്. പെട്രോളോ ഡീസൽ? പെട്രോൾ. മൈലേജ് പറയാൻ പറ്റുമോ? മൈലേജ് 13-നകത്തായിരിക്കും വരുന്നത്. അത്ര കിട്ടത്തോളൂ? ഈ വണ്ടിക്കാകമൊക്കെ കൊള്ളാം, നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്, വൃത്തിയുണ്ട് വണ്ടി മൊത്തത്തിൽ കാണാൻ. പിന്നെ എന്തുകൊണ്ട് ഇത്രയും കിലോമീറ്ററിൽ ഈ വണ്ടി വിറ്റെന്നുള്ളതാണ്. ബാക്ക് സൈഡ് നോക്കിയാലും വണ്ടി കാണാനൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. നമുക്ക് എക്സ്ചേഞ്ച് ആയിട്ട് വന്ന ഇത് കൊടുത്തിട്ട് കസ്റ്റമർ മാരുതിയുടെ തന്നെ ഒരു വണ്ടി എടുത്തതാ, പുതിയതിന് അഗെയിൻസ്റ്റ് എക്സ്ചേഞ്ച് ആയിട്ട് വന്നതാ. ഓക്കെ, എത്ര ചോദ്യം? ഇത് 320. ലാസ്റ്റ് പ്രൈസാ? ചെറിയൊരു വ്യത്യാസം കൂടെ വരും, നമുക്ക് സംസാരിക്കാം. ഇതൊക്കെ ആകുമ്പോൾ ഒരു 50 ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ, 40 ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ ബാക്കി ഫിനാൻസ് ഇട്ട് എടുക്കാനും പറ്റും. ഓക്കെ, കൊള്ളാം, വണ്ടി കാണാനൊക്കെ ഓവറോൾ കൊള്ളാം. ഈ ടച്ച് ആൻഡ് പോളിഷ് പോലും കയറിയിട്ടില്ലെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. വണ്ടി വൃത്തി അത്രയും നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട്, കൊള്ളാം. ഇത് 2004 മോഡല് സാൻഡ്രോ സിംഗ് ആണ്. 71,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. 4 ഓണർഷിപ്പായി. ടെസ്റ്റിന്റെയും ടാക്സിന്റെയും ടൈം കഴിഞ്ഞിരിക്കുവാണ്. നമ്മൾ വേണമെങ്കിൽ കസ്റ്റമറിന് ടെസ്റ്റ് എന്തായാലും കസ്റ്റമർ ചെയ്യേണ്ടി വരും. ടാക്സ് എടുത്തായിരിക്കും കൊടുക്കുന്നത്. ടാക്സ് ഒക്കെ എടുത്ത് നമുക്കൊരു 55-ന് ഫൈനൽ ചെയ്യാൻ പറ്റും. ഇത് 55 രൂപയ്ക്ക്. അത് ടെസ്റ്റിന്റെ പൈസ അപ്പോൾ അവർ ചിലവാക്കണം അല്ലേ? ടെസ്റ്റ് കസ്റ്റമർ ഒന്ന് നോക്കേണ്ടി വരും. നമ്മൾ വേണമെങ്കിൽ ആ ഒരു ടൈമിൽ ഈ കസ്റ്റമർ വണ്ടി കൊണ്ടുവന്നാൽ വാഷ് ചെയ്ത് പോളിഷ് ഒക്കെ ചെയ്ത് ഇന്ന് നീറ്റാക്കി കൊടുക്കാം. പിന്നെ ബാക്കിയൊന്ന് കസ്റ്റമർ അലൈൻമെന്റ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. വേറെ വലിയ ഡീപ്പ് സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും, വണ്ടി ക്വാളിറ്റി ഉണ്ട്, ബോഡി ക്വാളിറ്റി ഉണ്ട്. ഈ സൈഡ് ചെറിയ ഇതുണ്ട്, പെയിന്റിംഗ് വർക്ക് അതൊന്ന് ചെയ്യേണ്ടി വരും. ആ ഒരു സൈഡ് നിങ്ങൾ ചെയ്യില്ല? അത് ചെയ്യത്തില്ല. പെയിന്റ് പോലും ചെയ്ത് കൊടുക്കത്തില്ലേ? പെയിന്റിംഗ് വർക്ക് അല്ല, ഇവിടെ വന്ന സമയത്ത് ഫ്രണ്ട് സ്ക്രാച്ച് ഒക്കെ ഉണ്ടായിരുന്നു, അപ്പൊ അതൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട് നമ്മൾ. 55 രൂപ അല്ലേ? 55-ന് ഫൈനൽ ചെയ്യാൻ പറ്റും, ടാക്സ് എടുത്ത്. പേപ്പറൊക്കെ ഇനി പുതുതായിട്ട് ചെയ്യണം, കസ്റ്റമർ ചെയ്യണം. ടെസ്റ്റിൻ്റെ നോക്കേണ്ടി വരും എന്തായാലും. ഇത് സാൻഡ്രോ സിംഗ് 2011 മോഡലാണ്. ഓണർഷിപ്പ് ഇപ്പോഴും സിംഗിൾ ഓണർഷിപ്പ് ആണ്. 79,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ ആണ്. പിന്നെ വലിയ ഡീപ്പ് സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇന്റീരിയർ ആയിരുന്നാലും ശരി തന്നെ, ഔട്ട് സൈഡ് ആയിരുന്നാലും ശരി തന്നെ, നീറ്റാണ് വണ്ടി. ഞാൻ വേറെ ഡൗട്ട് നോക്കിട്ടെ, ഇത് ഏത് വർഷമായിരുന്നു? 2011. 2026 വരെ പേപ്പർ ഉണ്ട്. 26 വരെ ഉണ്ടല്ലേ? നല്ല സീറ്റ് കവേഴ്സ് ഒക്കെയാണ് ചെയ്തേക്കുന്നത്. വണ്ടിയിൽ വേറെ തുരുമ്പ് കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഈ ഫ്ലോർ മാറ്റ് എന്ന് പറയുന്ന പരിപാടി ഇത്രയും പഴയ വണ്ടി ചെയ്യുന്നത് ചിലവർ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അടി ഫ്ലോറിലെ തുരുമ്പ് കാണാതിരിക്കാൻ വേണ്ടിയും കൂടി അങ്ങനെയും ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുന്നവരെ ഞാൻ കണ്ടുപിടിച്ചു, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. ഓക്കെ, 2011 ആവുന്നതുകൊണ്ട് പിന്നെ അധികം തുരുമ്പിനുള്ള ടൈം ആയിട്ടില്ല, എന്നാലും ചോദിച്ചതാ. എത്ര ചോദിക്കുന്നത്? 135 ലാസ്റ്റ് പ്രൈസ് ആണ്. ലാസ്റ്റ് റേറ്റ് ആണ്. നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ഉണ്ടെങ്കിൽ മാക്സിമം സംസാരിച്ച് നോക്കാൻ കുഴപ്പമില്ല. ഇതിപ്പോൾ ലാസ്റ്റ് റേറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്, എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ലാസ്റ്റ് റേറ്റ് ആണ്, സംസാരിക്കാം നമുക്ക്. ഇത് ഓൾട്ടോ 800 LX 2015 മോഡലാണ്. ഓണർഷിപ്പ് വന്നിട്ട് സെക്കൻഡ് ആണ്. 69,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. 2025 മെയ് വരേക്ക് ഇൻഷുറൻസ് വാലിഡിറ്റി ഉണ്ട്. വണ്ടിക്ക് അകവും കാണാനൊക്കെ കൊള്ളാം. 2 ഡോർ പവർവിൻ്റെയും കാര്യമൊക്കെയാണ്. AC പവർ സ്റ്റിയറിങ്, ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ വണ്ടി ഇരിപ്പുണ്ട്. ഈ വണ്ടിക്കൊന്നും തുരുമ്പ് പോലുള്ള പ്രശ്നങ്ങളൊന്നും കാണത്തില്ല, കാരണം ഇച്ചിരി പുതിയ വണ്ടി ആവുന്നതുകൊണ്ട് തന്നെ വണ്ടിക്ക് അതിൻ്റേതായ വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൊത്തത്തിൽ കഴുകി വൃത്തിയാക്കണം. ഇവിടെ പണി നടക്കുന്നതിൻ്റെ പൊടി നല്ലപോലെ വണ്ടികളിൽ ഉണ്ട്. 2030 അടുത്ത ടെസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. 2015 മോഡലല്ലേ? എത്ര ചോദിക്കുന്നത്? ഇതിനാണെങ്കിൽ 220. 2 നമുക്ക് ഫൈനൽ, 2 അല്ലെങ്കിൽ ഒരു 195 ഫൈനൽ ചെയ്യാം. ഇത് ഓൾട്ടോ 800 LX 2018 മോഡലാണ്. സിംഗിൾ ഓണർ. 67,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്.
അഡീഷണൽ ചെയ്തതാണോ? അഡീഷണൽ ചെയ്തിട്ടുള്ളതാ. ഇതിൽ AC പവർ സ്റ്റിയറിംഗ് മാത്രമേ വരത്തുള്ളൂ. 2 ഡോർ പവറിന്റെയും. വണ്ടി കാണാനൊക്കെ കൊള്ളാം, വൃത്തിയായിട്ടിരിക്കുക. വിനയിൽ മാറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടി ഓവറോൾ നല്ല ഭംഗിയായിട്ടിരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ വൃത്തി മെനയുള്ള വണ്ടി. അധികം ഓടിയിട്ടില്ലേ ഇത്? 67. പക്ഷെ വണ്ടി സർവീസ് കാര്യങ്ങളെല്ലാം പ്രോപ്പറാണ്. കസ്റ്റമർ നല്ല ഭംഗി, ഫുള്ളെല്ലാം കമ്പനി സർവീസ് കാര്യങ്ങളാണ്. റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല. എത്ര ചോദ്യം? 280. മാത്രമല്ല വാറണ്ടി പറഞ്ഞുണ്ട്. ഇത് ഫുൾ സർവീസും കമ്പനിയിൽ നിന്ന് ചെയ്തു തരും. 6 മാസം വാറണ്ടിയും 3 ഫ്രീ സർവീസും പറഞ്ഞുണ്ട്. എഞ്ചിൻ ആക്സസ് സ്റ്റഡ് ഗിയർ ബോക്സിന് റീപ്ലേസ് വാറണ്ടിയാണ് വരുന്നത്. ഇത് റിറ്റ്സ് LXI ബേസ് മോഡലാണ്. സെക്കൻഡ് ഓണറാണ്. 66,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. ടയറൊക്കെ ഒരു ആവറേജ് ടയേഴ്സ് കാര്യങ്ങളുണ്ട്. ടയറൊക്കെ പുതിയത് മാറിയിട്ടുണ്ട്. ബാക്ക് കുറച്ചുകൂടി നല്ല ടയറുണ്ട്. ഈ വണ്ടിയും ലോക്ക് ചെയ്ത് വെച്ചേക്കുക. LXI ആയതുകൊണ്ട് തന്നെ ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ ആയിരിക്കും വരുന്നത്. ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റുള്ളൂ. വണ്ടിക്ക് അകമൊക്കെ വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്ലോർ മാറ്റും കാര്യമൊക്കെ അടിച്ചിട്ടുണ്ട്. റീപ്ലേസ് വല്ലതും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ആയിട്ടൊന്നും അങ്ങനെ മേജർ ആയിട്ടുള്ളതൊന്നുമില്ല. പെയിന്റിംഗ് വർക്ക് കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. ഇത് ലോൺ കിട്ടത്തില്ല അല്ലേ? ലോൺ കിട്ടത്തില്ല. എത്ര ചോദ്യം? ഇതാണെങ്കിൽ 1.75 ഫൈനൽ. 1.75 ഫൈനൽ. 4 ടയർ കമ്പനിയിൽ തന്നെ മാറിയിട്ടുള്ള പുതിയ ടയറാ. ഇതിന്റെ ടെസ്റ്റ് പീരീഡ് ഒക്കെ ആവുന്നില്ലേ? ടെസ്റ്റ് 25 വരുന്നു. ഏത് മാസം അറിയാവോ? മാസം ഒന്ന് നോക്കിയാലേ അറിയാവോ. അല്ല, ഇതിപ്പോ ഈ അടുത്ത മാസം, അതായത് ഈ വീഡിയോ എന്തായാലും ഒരു 3-4 മാസത്തിനകത്തുള്ള ആ ഒരു ഗ്യാപ്പിലായിരിക്കും വരുന്നത്. അതെ. ഇത് ഓൾട്ടോ 800 LXI 2014 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. ബേസ് മോഡലാണ്. 39,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. 39. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് 2 പവർ വിൻഡോ പറഞ്ഞുണ്ട്. സ്റ്റീരിയോ എക്സ്ട്രാ ചെയ്യേണ്ടി വരും, അത് ചെയ്തിട്ടില്ല. ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. വണ്ടി കാണാനൊക്കെ കൊള്ളാം. എത്ര ചോദ്യം? 2.10. 2.10? 2014 സിംഗിൾ ഓണർ, 39,000 കിലോമീറ്റർ. ടയേഴ്സ് ആവറേജ് ടയേഴ്സാണ് കിടക്കുന്നത്. റീപ്ലേസ് ഒന്നുമില്ല. പിന്നെ വലിയ പോറൽ കാര്യങ്ങളൊന്നും കാണുന്നില്ല. അങ്ങനത്തെ ഒന്നും വരുന്നില്ല. കാരണം വന്ന സമയത്ത് ഫ്രണ്ട് 2 ബമ്പറും സ്ക്രാച്ച് ഉണ്ടായിരുന്നു. 2ഉം പെയിന്റിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് 2014 മോഡല് സെലേരിയോ ZXI ആണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. 34,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. 34,000 കിലോമീറ്റർ. ഓട്ടോമാറ്റിക് ആണ്. ഫസ്റ്റ് ടയറൊക്കെ തന്നെയാണ് അപ്പോൾ കിടക്കുന്നത്. 4 ഡോർ പവറിന്റെ കാര്യങ്ങൾ പറഞ്ഞുണ്ട്. ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ചെറിയൊരു ടച്ച് സ്ക്രീനും ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അഡീഷണൽ കയറ്റിയാണ്. സ്റ്റിയറിംഗ് കൺട്രോൾസും കാര്യങ്ങളൊന്നുമില്ല. 4 ഡോർ പവർ വിൻഡോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം വണ്ടിക്കകം കാണാനൊക്കെ കൊള്ളാം, വൃത്തിയായിട്ടിരിപ്പുണ്ട്. ഫ്ലോർ മാറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. ബാക്ക് സൈഡും ഒക്കെ കൊള്ളാം, വൃത്തിയായിട്ട്. ടയർ കാര്യങ്ങളും ഉണ്ട്. ടയറൊക്കെ ഒരുവിധം ആവറേജ് ടയേഴ്സ് കിടപ്പുണ്ട്. എത്ര ചോദ്യം? 3 രൂപ. ഓട്ടോമാറ്റിക് 2014 മോഡൽ സെലേരിയോ. സിംഗിൾ ഓണർ ZXI 34,000 കിലോമീറ്റർ. ഇത് സെലേരിയോ VXI 2014 മോഡലാണ്. 64,000 കിലോമീറ്റർ ഓടി. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ജെനുവിൻ കിലോമീറ്റേഴ്സ് ഒക്കെ അല്ലേ? സീറ്റ് കവറൊക്കെ അത്യാവശ്യം കൊള്ളാം. പക്ഷേ ഇത് മറ്റേ ക്ലോത്ത് ടൈപ്പാണ് ചെയ്തേക്കുന്നത്. ബനിയൻ ക്ലോത്ത് ടൈപ്പാണ് ചെയ്തേക്കുന്നത്. അപ്പം അഴുക്കൊക്കെ ആയാലും പെട്ടെന്ന് അറിയാൻ പറ്റും. വണ്ടിക്കകം വൃത്തിയുണ്ട്, കൊള്ളാം. 4 ഡോർ പവറിൻ്റെയും കാര്യങ്ങളൊക്കെയാണ്. വണ്ടി ഓവറോൾ കാണാനൊക്കെ വൃത്തിയുണ്ട്. എത്ര ചോദിക്കുന്നത്? 290. എന്ത് ഓടിയത്? 64,000 കിലോമീറ്റർ. 64. ഓക്കെ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ്മെന്റ് ഉണ്ട് ഇതിൽ. ഏതാ? ഫ്രണ്ട് ഗ്ലാസ് ആണോ? ഫ്രണ്ട് ഗ്ലാസ് അല്ല, ഡോറ് റീപ്ലേസ് അല്ല, പെയിന്റിംഗ് വർക്ക്. അതായത് 2 സൈഡും 2 സൈഡും സ്ക്രാച്ച് ഉണ്ടായിരുന്നു വരുന്ന സമയത്ത്. ഈ 2 ഡോറിലും സ്ക്രാച്ച് ഉണ്ടായിരുന്നു. 2 ഡോറും മീൻസ് 4 ഡോറും പെയിന്റിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ആയിട്ടൊന്നുമില്ല. ഇത് ഓൾട്ടോ LXI 2010 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ്. 81,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഫ്ലോർ മാറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വണ്ടി നീറ്റാണ്. 2010 ആണെങ്കിലും വണ്ടി കാണാൻ അടിപൊളിയായിട്ടുണ്ട്. അതാ സീറ്റ് കവറിൻ്റെ മെനയാണെന്നാണ് തോന്നുന്നത്. പിന്നെ വണ്ടി ഓവറോൾ അകമൊക്കെ സർവീസ് ചെയ്ത് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. അതിൻ്റേതായ ഒരു ഭംഗി കാണാനുണ്ട്. പിന്നെ ഡോറൊക്കെ ആണെങ്കിലും പഴം പോലുള്ള ഡോറല്ല, അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ നമുക്ക് പിടിക്കുമ്പോൾ ഉണ്ട്. ബാക്ക് ടയർ പുത്തൻ ടയറാണ് കിടക്കുന്നത്. ടയർ ഒന്ന് എയർ മാത്രം ചെക്ക് ചെയ്യണം. ടയർ 4 പുതിയതാണ് കിടക്കുന്നത്. അതാണ് ഇവിടെ മാത്രം എന്തോ ഒരു പരിപരിപരായിരിക്കുന്നു. എന്തോന്ന് മനസ്സിലായില്ല.
റീപ്ലേസ് ആയിട്ടൊന്നുമില്ലല്ലോ? റീപ്ലേസ്മെന്റ് ആയിട്ടൊന്നുമില്ല. എത്ര ചോദ്യം? ഇതാണെങ്കിൽ 1.10. ലാസ്റ്റ് പ്രൈസ് ആണോ? ലാസ്റ്റ് ഒരു 1-നൊക്കെ ഓക്കെ ആക്കാം. 1 അതിന്നും കുറയില്ലേ? അതിന്നും കുറയത്തില്ല. ഒരു 90, 95, 80 സംസാരിച്ച് പറയായിരിക്കും. ഇത് ഓൾട്ടോ K10 VXi ഓട്ടോമാറ്റിക് ആണ്. 2019 മോഡല്. 34,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. ഈ മാരുതിയുടെ വണ്ടി ആയതുകൊണ്ട് നിങ്ങൾക്ക് കിലോമീറ്റർ ജെന്യുവിനാന്ന് ആധികാരികമായി പറയാൻ പറ്റൂലേ? ഏകദേശം എല്ലാം നമുക്ക് കറക്റ്റായിട്ട് പിടിക്കാൻ പറ്റുമെന്നല്ല, എന്നാലും കുഴപ്പമില്ല. സർവീസ് ഹിസ്റ്ററി നോക്കുമ്പോഴത്തേനും നമുക്ക് കറക്റ്റ് പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടികളൊക്കെ ആണെങ്കിലേ ടാമ്പർ ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. അല്ല, അങ്ങനെയുള്ള ഒരു വണ്ടി അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ അപ്പോൾ ക്ലിയർ ചെയ്യും? ജെന്യുവിൻ കിലോമീറ്റർ അല്ലെന്ന് പറഞ്ഞാണോ കൊടുക്കണേ? ജെന്യുവിൻ കിലോമീറ്റർ അല്ലാത്ത വണ്ടി നമുക്ക് വന്നിട്ടുണ്ട്, എക്സ്ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കസ്റ്റമറിനോട് പറഞ്ഞു കൊടുക്കും. കസ്റ്റമർ പിന്നെ കുഴപ്പമില്ലെങ്കിൽ കുഴപ്പമില്ല. മിക്ക കസ്റ്റമേഴ്സിനും കിലോമീറ്റർ കൂടുതൽ ഓടുന്നതിനെക്കാട്ടിലും നല്ലത് കുറവായിട്ടിരിക്കുന്നില്ല. അപ്പോൾ അവരും കാര്യമായിട്ട് എടുക്കത്തില്ല. നമുക്കിങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ട്. ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് ഒരു കേസ് വന്നിട്ടുണ്ട്. അത് കസ്റ്റമറിനോട് പറഞ്ഞു തന്നെ കൊടുത്തേ. ഓക്കെ, ഇത് എത്ര ചോദ്യം? ഇതാണെങ്കിൽ 4. 2019 വാറണ്ടി പറഞ്ഞുണ്ട്. ഫുൾ സർവീസ് ചെയ്തായിരിക്കും തരുന്നത്. ഓണർഷിപ്പ് സെക്കൻഡാ. 2019 ഓട്ടോമാറ്റിക് 34,000 കിലോമീറ്റർ. ഇത് ഓൾട്ടോ 800 LXi 2019 മോഡലാണ്. ഓണർഷിപ്പ് സിംഗിൾ തന്നെയാണ്. സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. വിനയിൽ മാറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. AC പവർ സ്റ്റിയറിംഗ് വരണുണ്ട്. 48,700 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. ജെന്യുവിൻ കിലോമീറ്റർ ആണ്. 2 ഡോർ പവർ വിൻഡോസ് ഉണ്ട്. സീറ്റ് കവർ കാര്യങ്ങളൊന്നും ചെയ്തില്ല. ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ടയറിൻ്റെ കണ്ടീഷൻ പറയുകയാണെങ്കിൽ ഒരു ആവറേജ് എന്നൊക്കെ പറയാം. എത്ര ചോദ്യം? 2.95. 2.95. ബാക്ക് ടയർ പുത്തൻ ടയർ, നല്ല ടയർ. 2.95. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല? ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇത് വാഗനർ LXi 2013 മോഡലാണ്. സിംഗിൾ ഓണർ. 79,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. വേറെ ബോഡിയിൽ വലിയ ഡീപ്പ് സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടിക്കകം കാണാനൊക്കെ കൊള്ളാം, വൃത്തിയുണ്ട്. ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ വരണുണ്ട്. ആക്സിഡന്റ് കേസ്, റീപ്ലേസ്മെന്റ്സ് അങ്ങനെ എന്തെങ്കിലും ഇല്ല, മേജർ ആയിട്ടുള്ള ഇഷ്യൂസ് ഒന്നുമില്ല. 2 ഡോർ പവർ വിൻഡോ ആണല്ലേ? 2 ഡോർ പവർ വിൻഡോ വരുന്നത്. ഡോറും ഒക്കെ പിടിക്കുമ്പം അതിൻ്റെതായ ഒരു ഫീലൊക്കെ ഉണ്ടല്ലോ, ചുമ്മാ ചവറ് കണക്കിരിക്കുകയല്ല. ടയേഴ്സ്, ബാക്ക് ടയർ കുറച്ചുകൂടി നല്ല ടയറാണ്. ഫ്രണ്ട് 2 മാറേണ്ടി വരും. ഫ്രണ്ട് 2 മാറണം. ഫസ്റ്റായിട്ട് മാറണം. മാറിയിട്ടാണെങ്കിൽ റേറ്റ് വ്യത്യാസം വരും. നമുക്ക് സംസാരിക്കാം. 2.95 അല്ലേ പറഞ്ഞു? 2.95 2 ടയർ മാറി കൊടുക്കത്തില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് സ്ഥാപനം അത്? സംസാരിക്കാം. ശരി. ഇത് വാഗനർ LXi 2010 മോഡലാണ്. ഓണർഷിപ്പ് സിംഗിൾ തന്നെയാണ്. 62,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2025 മെയ് 17 വരേക്കും ഇൻഷുറൻസ് വാലിഡിറ്റി ഉണ്ട്. വണ്ടി കിലോമീറ്റർ നല്ല രീതിയിൽ ഓടിയല്ലേ? 62,000. 62. വേറെ പറഞ്ഞത് അപ്പുറത്താ കിടക്കുന്ന വണ്ടിയുടെ അല്ലേ? അതെ. തോനെ ഓടിയൊരു വണ്ടി ഉണ്ടായിരുന്നു, അത് ഞാൻ എടുത്തില്ല കേട്ടോ. അത്യാവശ്യം അതെ, അത്യാവശ്യം നല്ല സീറ്റ് കവർ ഉണ്ട്. ഫ്ലോർ മാറ്റ് കാര്യങ്ങളുണ്ട്. 2 ഡോർ പവർ വിൻഡോ ആണ്. വണ്ടി കാണാനും കൊള്ളാം, വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഡോർ ബേസ് പറയുകയാണെങ്കിൽ നല്ല ബലമുള്ള ഡോറുണ്ട്, അല്ലാതെ പഴം പോലത്തെ ഡോറല്ല. അതൊക്കെ കൊള്ളാം. എല്ലാത്തിലും പേസ്റ്റിംഗ് ഒക്കെ ഉണ്ട്. ഒന്നും റീപ്ലേസ്ഡ് ഒന്നുമല്ല ഡോറൊന്നും. അല്ല. ഇല്ല. LXi ആണ്. വണ്ടി ഓവറോൾ കാണാൻ കൊള്ളാം. അല്ല ഈ എന്താ ഫെയ്ഡ് കളറോ അങ്ങനൊന്നും വന്നിട്ട്. ടയറും ഉണ്ട്. റീപെയിന്റ് കയറിയിട്ടുണ്ടോ? പെയിന്റ് കയറിയിട്ടുണ്ട്. എങ്ങനെ ബമ്പർ അങ്ങനെയാണോ? ബമ്പർ കയറിയിട്ടുണ്ട്. ഡോറിന്റെ സൈഡൊക്കെ കയറിയിട്ടുണ്ട്. ഇത് സംഭവം നിങ്ങൾ ഇതിൽ തന്നെ ചെയ്യുന്നല്ലേ? നല്ല ക്വാളിറ്റി പെയിന്റ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതില്? അതെല്ലാം നമ്മളെ കമ്പനിയിൽ തന്നെ ചെയ്യുന്നത്. അതനുസരിച്ചാ ചെയ്യുന്നത്. അപ്പൊ കളർ വ്യത്യാസങ്ങൾ തോന്നത്തില്ലല്ലോ? ഇല്ല, അങ്ങനെയൊന്നും തോന്നുന്നില്ല. പിന്നെ ചില കളേഴ്സ് അങ്ങനെ വരും. ചിലത് നമുക്ക് കറക്റ്റ് കിട്ടത്തില്ല. അങ്ങനെ വരുമ്പോ ചിലതിൽ വരും. ഇത് എത്ര ചോദ്യം? 2.25. 2.25 ലാസ്റ്റ് ആണ്. ഫൈനൽ റേറ്റ് ആണ്, നമുക്ക് സംസാരിക്കാം. ഇത് ബെലേനോ ഡെൽറ്റ 2017 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. 4 ടയർ പുതിയത് മാറിയിട്ടുണ്ട്. കമ്പനിയിൽ നിന്ന് തന്നെയാണ് മാറിയിട്ടുണ്ടായിരുന്നത്. ടയർ കൊള്ളാം, പുത്തൻ ടയറാ. ഓക്കെ, എത്ര ഓടി? 51,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. ജെന്യുവിൻ കിലോമീറ്ററാ. വണ്ടിക്കകം 4 ഡോർ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങളെല്ലാം അതെല്ലാം വരണുണ്ട്. ഓട്ടോ ഫോൾഡബിൾ വരത്തില്ല എന്നേ ഉള്ളൂ. സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ ചെയ്തില്ല. മാനുവൽ വണ്ടിയാണ്. വണ്ടി കാണാനൊക്കെ കൊള്ളാം, നല്ല വണ്ടി. സിംഗിൾ എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരണുണ്ട്. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല വണ്ടിക്ക്. ഇല്ല. എത്ര ചോദ്യം? ഇതാണെങ്കിൽ 5.60 ചോദ്യം. 5.25, 5.20 ഫൈനൽ ചെയ്ത് തരാം.
ഫൈനൽ പിന്നെ കുറയ്ക്കാൻ ഇല്ല. പറയാം. ഇത് ഒറ്റയടിക്ക് താത്ത് പറയല്ലേ? ഇല്ല. ഓക്കെ, അപ്പം ന്യൂ ഇയറിന് അത്യാവശ്യം വിലകൾ താത്ത് പറയുന്നുണ്ട്. ഓക്കെ, ഇത് സെലേരിയോ ZXA 2019 മോഡലാണ്. 24,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. വാറണ്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ട്. കമ്പനി വാറണ്ടി കാര്യങ്ങൾ, മാരുതിയുടെ തന്നെ വാറണ്ടി പറഞ്ഞുണ്ട്. എത്ര മാസം? 6 മാസം. 6 മാസം വാറണ്ടിയും 3 ഫ്രീ സർവീസും. വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയാണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്. ഫോർഡ് പവർ വിൻഡാണ്. എടുത്തിട്ട് പിന്നെ വർക്കൊന്നും ചെയ്യേണ്ടി വരത്തില്ല. അങ്ങനെ ഫുൾ സർവീസിന് കമ്പനിയിൽ നിന്ന് ചെയ്തായിരിക്കും തരുന്നത്. പിന്നെ ആ വാറണ്ടി പീരീഡിൽ വേറെ എഞ്ചിൻ ഓയിൽ കാര്യങ്ങളൊന്നും മാറ്റേണ്ട ഒരു ആവശ്യം വരത്തില്ല. ജനറൽ ചെക്കപ്പ് ആയിരിക്കും. പുതിയ വണ്ടി എടുക്കുമ്പോൾ എന്താണോ ചെക്കപ്പ് കാര്യങ്ങൾ വരുന്നത് ആ നോർമൽ ചെക്കപ്പ് ആയിരിക്കും വരുന്നത്. നല്ല ടയേഴ്സ് ഉണ്ട്, നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. റീപ്ലേസ്മെന്റ്സ് ഒന്നും ഇല്ലല്ലോ? ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പെയിന്റിങ് കയറിയിട്ടുണ്ട്. പെയിന്റ് കയറിയിട്ടുണ്ട് അല്ലേ? ഈ സൈഡ് നോക്കിയാലും ടയറൊക്കെ നല്ല ടയറാണ് കിടക്കുന്നത്. എത്ര ചോദ്യം? 455. 455. 455 വാറണ്ടി വരുന്ന 2019 ZXA സെലേരിയോ. 455. ലാസ്റ്റ് പ്രൈസ് ആണോ? ലാസ്റ്റ്. പിന്നെ എന്തെങ്കിലും ചെറിയ നെഗോസിയേഷൻ ഉണ്ടെങ്കിൽ അതും വാങ്ങിച്ചു തരാം. ധൈര്യമായിട്ട് പോകുന്നു അല്ലേ? അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം അവസാനിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം കുറഞ്ഞ വിലയ്ക്ക് ഒരു 55,000 രൂപ തൊട്ട് നോക്കുന്ന ആൾക്കാർക്ക് എടുക്കാവുന്ന വണ്ടികളാണ്. പോസിറ്റീവ് 55,000 രൂപ തൊട്ട് വണ്ടി ഉണ്ട് എന്നുള്ളൊരു പോസിറ്റീവ് ആണെങ്കിൽ പോലും ടെസ്റ്റ് ചെയ്തു തരില്ല എന്നുള്ളത് നമുക്കൊരു നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ചെറിയൊരു വിഷമമുള്ള കാര്യമാണ്. പക്ഷെ അല്ലാത്ത പക്ഷം 55,000 രൂപ തൊട്ടുള്ള വണ്ടികളാണ് കിടക്കുന്നത്. ടെസ്റ്റിന് 10-15 രൂപ ആകുമെന്നാണ് എൻ്റെ ഒരു കണക്ക് ആണെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു 65-70 രൂപ വില എന്ന് പറയാം ആ വണ്ടിക്ക്. ആ രീതിയിൽ തൊട്ട് തുടങ്ങുന്ന വണ്ടികളാണ് കിടക്കുന്നത്. പിന്നെ വലിയ റീപ്ലേസ്മെൻറ്റ്സ് കാര്യങ്ങളുള്ള വണ്ടികളൊന്നും കണ്ടിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ അധികം അങ്ങ് ഓടി ഈ ഡോറൊക്കെ അങ്ങ് പഴം പോലെ ആവുന്ന ടൈപ്പ് വണ്ടികൾ അങ്ങനെ ഞാൻ കണ്ടില്ലെന്ന്. പിന്നെ കളർ ഫെയ്ഡ് കാര്യങ്ങൾ അങ്ങനെയുള്ളതൊന്നും വലുതായിട്ട് വന്നില്ല. പിന്നെ ഒരുപാട് പഴയ വണ്ടി എടുക്കുമ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഞാൻ വീഡിയോയിൽ എപ്പോഴോ ഒരു വട്ടം അഖിലടുത്ത് തന്നെ ചോദിച്ചായിരുന്നു, ഫ്ലോർ മാറ്റ് ചെയ്തിട്ടിട്ട് അതിനടിയിൽ തുരുമ്പ് അതെനിക്ക് നോക്കി തരാൻ പറ്റത്തില്ല. അത് നിങ്ങൾ തന്നെ നല്ലൊരു മെക്കാനിക്കലിനെ കൊണ്ടുവന്ന് നിങ്ങൾ നല്ലപോലെ നോക്കിയെടുക്കണം. ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കാണിച്ചു തരുന്ന മാത്രം വിശ്വസിച്ചെടുക്കാൻ വരുന്ന കുറേയധികം നല്ല സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നല്ല സഹോദരങ്ങൾ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർ വന്ന് ഇത് എടുക്കാൻ പറയുമ്പം അവർ ചെക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ കോഴിക്കോട് നിന്നും അല്ലെങ്കിൽ വയനാട്ടിൽ നിന്നൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അവർക്ക് അത്തരം ബുദ്ധിമുട്ടുണ്ടാകുന്നതെന്ന് കേൾക്കുമ്പോൾ എനിക്കും അത് നല്ല വിഷമമുണ്ട്. എന്നുവെച്ചാൽ ഇത്രയും കാശ് മുടക്കി ഇവിടം വരെ വന്നിട്ട് ഉപകാരപ്പെടാതെ പോകുന്നത് ഒരു വിഷമമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അത് മെൻഷൻ ചെയ്യാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ എടുക്കുന്ന പിന്നുള്ള വീഡിയോകളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ചോദിക്കുന്നത്. ഒരു പക്ഷേ ഉണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് അവർ പറയുക. അഥവാ അല്ല അവർ പറയുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വന്ന് നോക്കുമ്പോൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സുകൾ കാണുവാണെങ്കിൽ നിങ്ങൾ മെൻഷൻ ചെയ്യുക. അല്ലാതെ ഇപ്പം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ചോദിച്ചു തരുന്നതിന് ഇത്രയൊക്കെ പറ്റൂ. അപ്പം ഇത്രയൊക്കെ മാക്സിമം ഞാൻ ചോദിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നല്ല അടുത്ത വീഡിയോകളുമായി കാണും വരെ